ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഗുരുവായൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഉള്ള വഴിക്ക് തൃശ്ശൂർ വഴിയാണ് വന്നത്. തൃശ്ശൂരിൽ ഇറങ്ങിയതിന് കാരണം ദാ ഈ പറയുന്ന ബിരിയാണിയാണ്. ഇത് നമ്മുടെ തൃശ്ശൂരിലെ ഫേമസ് ചിക്കൻ ബിരിയാണി. ഇത് ചിക്കൻ ഫ്രൈ എത്ര വർഷമായിട്ട് ഇത് ബിരിയാണി ഫേമസ്? 72. അതെ, തൃശ്ശൂർത്തെ. അമ്മ എത്ര തവണ കഴിച്ചിട്ടുണ്ട്? ഞാൻ ഒത്തിരി തവണ കഴിച്ചിട്ടുണ്ട്. ഇവിടെ വരുമ്പോഴൊക്കെ തന്നെ കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് കഴിക്കണം. ബിരിയാണിയാണ്. അതൊന്ന് എടുത്തിട്ടോ. ഇത് എൻ്റെ അമ്മയുടെ കസിൻസാണ്. ഇവർ ഫാമിലിയായിട്ട് തൃശ്ശൂർ സെറ്റിൽഡാണ്. അപ്പോൾ ഞാനും അഖിലും ഫസ്റ്റ് ടൈമാണ് ഈ ബിരിയാണി കഴിക്കുന്നത്. ഈ ബിരിയാണിയിൽ എനിക്ക് ലൈക്ക് ചിക്കൻ ഫ്രൈ എനിക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. ലൈക്ക് സവാളയൊക്കെ ഇങ്ങനെ പൊരിച്ച് അങ്ങനെ ഇട്ടേക്കും. ഭയങ്കര ഡിഫറെൻ്റ്. അത് ഞാൻ ഒരിടത്തും കഴിച്ചിട്ടില്ല അങ്ങനെ. ബിരിയാണി ഇത്ര ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയതിൻ്റെ കാരണം നാരായണി നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ല ക്ലീനായിട്ട് കഴിക്കാൻ പറ്റി, സ്വസ്ഥതയോടെ കഴിക്കാൻ പറ്റി. കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ എണീറ്റു. ചിക്കൻ വേണോ? ചിക്കൻ കുറുക്കനുണ്ടാക്കാം. കുറുക്കൻ നാരായണി ഉറങ്ങി എണീറ്റത് അത്ര നല്ല മൂഡിലായിരുന്നില്ല. അതുകൊണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഫുഡൊന്നും കഴിച്ചില്ല, ഒന്നും കഴിച്ചില്ല. അവള് കുറുക്ക് കുടിച്ചില്ല, ബിരിയാണി കഴിച്ചില്ല. പൊന്നൂന്ന് വിളിച്ചേ. ഉണ്ണി എവിടെ? ഉണ്ണി എവിടെ? അങ്ങനെ നമ്മള് നല്ലൊരു ബിരിയാണി ഒക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. നന്നെ പിന്നെ പതിയെ പാട്ടൊക്കെ ഇട്ട് പിന്നെ നല്ല വൈബൊക്കെ ആയി. കുഴപ്പമില്ലായിരുന്നു. അവൾക്ക് എന്തോ പെട്ടെന്ന് ചൂടും പിന്നെ പെട്ടെന്ന് എല്ലാവരും കണ്ടപ്പോഴുള്ളൊരിതും എല്ലാം കൂടെ ആയപ്പോൾ അവൾക്ക് ഭയങ്കര ബാഡ് മൂഡായിപ്പോയി. പിന്നെ നമ്മൾ പാഴ്സൽ ചെയ്തെടുത്ത സഫേറിലെ ബിരിയാണിയും ചിക്കൻ്റെ കാലും എല്ലാം ആയിട്ട് അവൾ ആസ്വദിച്ച് ബാക്ക് സീറ്റിൽ ഇരുന്ന് കഴിച്ചു ഫുള്ള്. ഞങ്ങൾ MC റോഡ് വഴിയാണല്ലോ വരുന്നത്. അപ്പോൾ വരുന്ന വഴിക്ക് ഒരിടത്ത് പൈനാപ്പിൾ കണ്ടായിരുന്നു. അവിടെ ഒരുപാട് പൈനാപ്പിൾ കൃഷി ഉണ്ടായിരുന്നു അവിടെ. അപ്പം റോഡ് സൈഡിൽ നല്ല ലാഭത്തിന് പൈനാപ്പിൾ കിട്ടി. അങ്ങനെ അത് വാങ്ങിച്ചു. കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് നമ്മൾ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് വീട്ടിലോട്ട് തിരികെ വരികയാണ്. പക്ഷെ ആ പൈനാപ്പിൾ ഭയങ്കര അടിപൊളി പൈനാപ്പിൾ ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഭയങ്കര മധുരവും. എനിക്ക് ഇവിടുത്തെ പൈനാപ്പിളൊന്നും ഇഷ്ടമില്ല. പക്ഷെ എന്തോ അവിടെ നിന്ന് വാങ്ങിച്ചത് നല്ല മധുരമായിരുന്നു. നമുക്ക് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കാൻ തോന്നുന്ന ഒരു ടൈപ്പ് പൈനാപ്പിൾ ആയിരുന്നു അത്. അങ്ങനെ അമ്മ പൈനാപ്പിൾ വിൽക്കുന്ന അവരുമായിട്ട് സംസാരിച്ച് കൃഷിയെക്കുറിച്ചൊക്കെ പഠിച്ചു. അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് വീണ്ടും യാത്ര തിരിച്ചു. തിരിച്ചു വരുന്ന വഴിക്ക് ഏറ്റുമാനൂരാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയത്. ഏറ്റുമാനൂർ ഹട്ട്സ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഇറങ്ങിയത്.
കൊക്കോനെ വിളിച്ചോ? അപ്പൊ അവിടെ നമ്മള് ഷിറ്റ്സു ആണെന്ന് തോന്നുന്നു. ഷിറ്റ്സുവിനെ കണ്ടു. അപ്പൊ നന്നിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പപ്പീസിനെയൊക്കെ. അങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അങ്ങനെ കുറേ സമയം നമ്മളങ്ങനെ അവിടെ നിന്നു. കൊക്കോ എന്നായിരുന്നല്ലേ പേര്? കൊക്കോ. ഹലോ. ഞങ്ങളിങ്ങനെ ജസ്റ്റ് പോകുന്ന വഴിക്ക് കണ്ടപ്പോൾ കയറിയ ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. നമ്മളിങ്ങനെ ഫുഡ് കൊള്ളാമോ എന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ കയറിയപ്പോഴാണ് അറിഞ്ഞത് സീ ഫുഡ് ഒക്കെ ഉണ്ടായിരുന്നു, ലൈവ് ഫിഷ് ഉണ്ടായിരുന്നു. നമ്മള് വരാലാണ് പറഞ്ഞത് അല്ലേ? വരാല് കറിയാണ് പറഞ്ഞത്. പിന്നെ ഫ്രൈഡ് റൈസും കപ്പയും ചില്ലി ചിക്കനും. എനിക്ക് ചോറ് കഴിക്കാനായിരുന്നു ആഗ്രഹം. പക്ഷെ കപ്പയും മീനൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ചോറ് കഴിക്കണമല്ലോ. പക്ഷെ ചോറില്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഫ്രൈഡ് റൈസ് പറഞ്ഞു. പക്ഷെ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നമുക്ക് ലൈക്ക് നമ്മളിങ്ങനെ അറിഞ്ഞുകൂടാതെ കയറിയിട്ട് നല്ലൊരു ഫുഡ് കഴിക്കുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു സന്തോഷമല്ലേ. ഫുഡ് മാത്രമല്ല സർവീസും അടിപൊളിയായിരുന്നു. നല്ലൊരു സർവീസ് ആയിരുന്നു. അവരുടെയൊക്കെ സ്റ്റാഫിൻ്റെയൊക്കെ പെരുമാറ്റം ഒക്കെ അടിപൊളിയായിരുന്നു. അവിടെ നല്ല ആംബിയൻസ് ഒക്കെ ആയിരുന്നു അല്ലേ? നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാൻ ഒരു പറ്റിയ ഒരു സ്പോട്ടൊക്കെ ആയിരുന്നു അത്. എല്ലാം കൊണ്ട് നമുക്ക് ഭയങ്കര എന്താ പറയുക ഭയങ്കര ഒരു ഹോംലി ഫീൽ ആണ്. നമുക്ക് ഒരു തൃപ്തിയായി. ഫുഡും അതെ, സർവീസും കൊള്ളാം, എല്ലാം അടിപൊളിയായിരുന്നു. അതും സർപ്രൈസ് ആയിട്ട് കിട്ടിയതുകൊണ്ട് സന്തോഷമുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങിയപ്പോൾ കൊക്കോനെ കണ്ടു വീണ്ടും. അങ്ങനെ നമ്മൾ ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് യാത്രയായി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഓക്കെ, ബൈ. ബൈ പറഞ്ഞേ. ബൈ.